ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ഒരു വീടിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പൈപ്പ് ലൈനിൽ ബ്ലോക്ക് വരാനുള്ള ചാൻസ്, വേസ്റ്റ് ലൈനിൽ തന്നെ ബ്ലോക്ക് വരാനുള്ള ചാൻസ് സിങ്കിൻ്റെ ഏരിയയാണ്. അതായത് കിച്ചണിൻ്റെ ഏരിയയിൽ വരുന്ന സിങ്ക് കാര്യങ്ങൾ, വർക്ക് ഏരിയയിൽ വരുന്ന സിങ്ക്, അല്ലെങ്കിൽ കോമൺ വാഷ് ബേസിൻ വരുന്ന ഏരിയ, ഇങ്ങനെയുള്ള ബ്ലോക്കുകൾ വരാനുള്ള കാരണം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെ ഫിറ്റിങ്സുകളാണ് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ 2.5 ഇഞ്ച് പൈപ്പാണ്. അത് 90 mm പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. 1-2 സിങ്കുകൾ ഒന്നിച്ചാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ, അത്യാവശ്യം വലിപ്പമുള്ള പൈപ്പ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ബ്ലോക്ക് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടോ, അങ്ങേയറ്റത്താണ് കുഴി വന്നിരിക്കുന്നത്. ആ 2.5 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന പൈപ്പുകളെല്ലാം തന്നെ ഈ പറയുന്ന സിങ്കിൻ്റെ വേസ്റ്റിന് നമ്മൾ അങ്ങേയറ്റത്താണ്, എവിടെയാണ് കുഴി വരുന്നത്. ആ കുഴിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ദൂരം വരുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും ദൂരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏറ്റവും നല്ല അതാണ്, ഏറ്റവും അടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഇത് സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അത്രയും കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന ഈ പൈപ്പ് കൊണ്ട്, ഈ വലിപ്പം കൂടി 2.5 ഇഞ്ച് പൈപ്പ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 2.5 ഇഞ്ച് ബെൻഡ് ഇട്ടിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എൽബോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. എൽബോ ടീ ഇതൊന്നും വേസ്റ്റ് ലൈനിൽ ഉപയോഗിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. ആ 2.5 ഇഞ്ച് ബെൻഡ് നമ്മളവിടെ വളച്ചെടുത്തതിന് ശേഷം നേരെ വന്നിട്ട് നമ്മളിവിടെ ശരിക്കും നമുക്കിവിടെ ടീ കൊടുക്കാമായിരുന്നു. പക്ഷേ ടീ കൊടുത്താൽ ഒരിക്കലും ബ്ലോക്ക് വിട്ടുമാറില്ല. അപ്പോൾ അതുകൊണ്ടൊരു വൈ ആണ് കൊടുത്തിരിക്കുന്നത്. വൈയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ലൈനിൽ നമ്മൾ ബ്രാഞ്ച് എടുക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് അതിൻ്റെ ഫ്ലോ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ വൈ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വൈ ആയതുകൊണ്ട് ഒരു 90% ബ്ലോക്ക് നമുക്കവിടെ കുറയ്ക്കാൻ പറ്റും. വൈ നിങ്ങളതിൻ്റെ ആംഗിൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അത് ഈ ഒഴുകി പോകുന്നതിൻ്റെ തടസ്സം ഉണ്ടാക്കിയിട്ടല്ല അടുത്ത പൈപ്പിലേക്ക് പൈപ്പ് വരുന്നത്, അതിൻ്റെ കൂടെയാണ് നിന്ന് ഒഴുകി പോകുന്നത്. ടീ എന്ന് പറയുന്ന സമയത്ത് പോകുന്ന വെള്ളത്തിന് വീണ്ടും തടസ്സം ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ് വെള്ളം വരുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഈ വൈ ആണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ആ ഒട്ടും തന്നെ ബ്ലോക്ക് അവിടെ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പൈപ്പ് 2.5 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു സിങ്ക് നമ്മളിവിടെ കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സിങ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 2.5 ഇഞ്ച് പൈപ്പ് നേരെ ഇവിടെ കൊണ്ടുവന്ന് വൈയിട്ട് നമുക്കിവിടെ പൊസിഷനിൽ ഹൈറ്റ് പൊക്കിയിരിക്കുന്നത്. ആ വൈ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. 2 ഇഞ്ചായിട്ട് റെഡ്യൂസ് ചെയ്തേക്കാണ് ചെയ്യുന്നത്. 2 ഇഞ്ചായിട്ട് സിങ്കിലേക്ക് റെഡ്യൂസ് ചെയ്ത് ബെൻഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൽബോ അല്ല കൊടുത്തിരിക്കുന്നത്, ബെൻഡാണ് കൊടുത്തിരിക്കുന്നത്. ബെൻഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോ വരുന്ന രീതിയിൽ തന്നെ സിമ്പിളായിട്ട് ഒഴുകിപ്പോകും. പക്ഷേ എൽബോ വരുന്ന അങ്ങനെയല്ല. എൽബോ ഒരു 90 ഡിഗ്രി ആയതുകൊണ്ട് അത് ബ്ലോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. വാട്ടർ ലൈനിൽ നമ്മൾ ഉപയോഗിച്ച യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ഏറ്റവും ഈ പറയുന്ന എൽബോ അതുപോലെ തന്നെ ടീ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് ലൈനിൽ ഉപയോഗിച്ച ബ്ലോക്ക് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിങ്കിന് നമ്മൾ മാക്സിമം 1-2 സിങ്കൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു കിച്ചണിൽ ഒരു സിങ്ക് ഉണ്ടാവും, വർക്ക് ഏരിയയിൽ സിങ്ക്, എന്തായാലും ഒരു വീട്ടിൽ 2 സിങ്ക് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഈ വരുന്ന ഏരിയയിൽ തന്നെ നമുക്ക് മാക്സിമം നമ്മളത് പൈപ്പ്, അത് 2 ഇഞ്ച് പൈപ്പ് ഏറ്റവും കുറഞ്ഞത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 2.5 ഇഞ്ച് പൈപ്പാണ്, 90 mm പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ഇഞ്ച് കുറഞ്ഞ് താഴേക്ക് കൊടുക്കരുത്. വേസ്റ്റ് ലൈനിൽ ഒരിക്കലും അതിൻ്റെ ബ്ലോക്ക് ഒരിക്കലും വിട്ടുമാറില്ല. കാരണം ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കട്ട നമ്മൾ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ടാവും, അതെല്ലാം പൊളിച്ചിട്ട് വേണം പിന്നീട് ക്ലിയർ ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് മാത്രമേ കൂടുതൽ വരുന്നുള്ളൂ. അപ്പോൾ 2.5 ഇഞ്ച് പൈപ്പോ 2 ഇഞ്ച് പൈപ്പോ നമ്മൾ മസ്റ്റായിട്ടും വേസ്റ്റ് ലൈനിൽ കൊടുക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാം തന്നെ ഉപയോഗിച്ചത് എൽബോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ബെൻഡ് അല്ലെങ്കിൽ ഷോർട്ട് ബെൻഡ് ഉപയോഗിക്കാം. ബെൻഡ് അതുപോലെ തന്നെ വൈ അങ്ങനെയുള്ള ഫിറ്റിങ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ആ ബ്ലോക്ക് വരാനുള്ള മാക്സിമം നമുക്ക് സിങ്കിൻ്റെ ബ്ലോക്ക് കാര്യങ്ങൾ എങ്ങനെ വരാതെ നമുക്ക് എങ്ങനെ പ്ലംബിങ് ചെയ്യാമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലുള്ള ചാനൽ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കാനായിട്ട് തീർച്ചയായിട്ടും ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.